കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. അളിയന്റെ താലി കഴുത്തിലണിഞ്ഞ് ഇനി ഒരു സ്ത്രീയെ ഈ ഭൂമിയിലുണ്ടാവും. അപ്പൊ അതാണ് കെട്ടിയൊരുങ്ങിയുള്ള ഈ പുറപ്പാടിന്റെ കാര്യം. വിഷം തീണ്ടിയ ശാരദ മരിച്ചു കിടക്കുന്നത് കാണാൻ അല്ലേ? അത് തുറന്നു പറയാൻ എനിക്ക് യാതൊരു മടിയില്ല ആരുടെ മുമ്പിലും. ഇന്ന് ഞാൻ കാണുന്ന സ്വപ്നം അത്. ആ സ്വപ്നം നീ നിന്റെ കണ്ണിനുള്ളിൽ തന്നെ വെച്ച് പൂട്ടിക്കോ രാജേശ്വരി. വിഷം തീണ്ടിയെങ്കിലും ശാരദയ്ക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല. കുളത്തൂർ മനയിലെ അനന്തൻ തിരുമേനി അവളെ രക്ഷിച്ചു. സംശയമുണ്ടെങ്കിൽ കുളത്തൂർ മനയിലേക്ക് ചെന്ന് നോക്ക് രാജേശ്വരി. മക്കളുടെ മരുമക്കളുടെ ഒപ്പം സന്തോഷവതിയായിട്ട് ഇരിപ്പുണ്ട് ശാരദ. പക്ഷേ ഇപ്പൊ നിങ്ങൾ അങ്ങോട്ട് ചെല്ലുന്നതിൽ എനിക്ക് വലിയ യോജിപ്പില്ല രാജേശ്വരി. ശാരദയെ സ്നേഹിക്കുന്ന കുറെ ആൾക്കാർ തടിച്ചു കൂടിയിട്ടുണ്ട് അവിടെ കുളത്തൂർ മനയുടെ മുന്നിൽ. നിങ്ങളുടെ വരവിന്റെ ഉദ്ദേശം എന്താണെന്നറിഞ്ഞാ അവര് ചിലപ്പോ കൈവച്ചെന്നിരിക്കും. ഇനി നിന്റെ അവന്റെ ശരീരത്തുള്ള വിഷം ഇറക്കാനാണെങ്കിൽ ആവാം. പക്ഷേ അത് കുളത്തൂർ മനയിലെ അനന്തൻ തിരുമേനയുടെ കൈ നിൽക്കില്ല. 1000 ശിരസ്സുള്ള അനന്തനാണെങ്കിലും ആ വിഷം വലിച്ചെടുത്ത ആ നിമിഷം പെടഞ്ഞു വീഴും. നമുക്ക് മടങ്ങി പോകാൻ ചേച്ചി. അങ്ങനെ അങ്ങ് പോകുന്നത് നാണക്കേടല്ലേടാ? ഇവിടെ ആണെങ്കിൽ ആളിന് ഒരാളെ ഉണ്ടായിരുന്നുള്ളൂ. അവിടെ ചെന്ന് എല്ലാവരുടെയും മുന്നിൽ വെച്ച് നാണം കിടുന്നതിലും ഭേദമല്ലേ അത്? എന്തായാലും ജീവൻ തിരിച്ചു കിട്ടിയല്ലോ, അത് തന്നെ ആശ്വാസം. ഭാമേ, ഒരു വാർത്തയുണ്ട്. അത് സന്തോഷിക്കാനുള്ളതാണോ സങ്കടപ്പെടാനുള്ളതാണോ എന്ന് എനിക്കറിയില്ല. നമ്മുടെ ശാരദാമ്മയെ പാമ്പ് കടിച്ചു. കുളത്തൂർ മനയിലെത്തിച്ച് വിഷം ഇറക്കിയെന്ന് അറിഞ്ഞത്. അല്ല, ഭയപ്പെടാനൊന്നുമില്ലെന്ന് പറഞ്ഞു. ഇപ്പോഴല്ലേ കാര്യം മനസ്സിലായത്. സുസ്മിതയെ കാട്ടിൽ ഉപേക്ഷിച്ചിട്ട് അങ്ങോട്ട് പോയിട്ടുണ്ടാവും ശാലിനി. അവളുടെ ഷോളിൽ തൂങ്ങി അവനും അങ്ങോട്ട് പോയിട്ടുണ്ടാവും. ആ തള്ളയും ചുമന്നോണ്ട് നടക്കുമായിരിക്കും. ഭാമ, എനിക്കത്ര വിഷമൊന്നും ഇല്ല മക്കളെ, നിങ്ങൾ പൊയ്ക്കോ. അത് അനന്തൻ തിരുമേനി പറഞ്ഞു. കുറച്ച് ദിവസം വിശ്രമം എടുത്തില്ല എന്നുണ്ടെങ്കിലുണ്ടല്ലോ. ശാരദാമ്മ വന്നേ, നമുക്കേ റൂമിലേക്ക് ഇങ്ങോട്ട് എത്തുമെന്നൊരു സംശയം ഉണ്ടായിരുന്നു. സിഗ്നൽ ഒന്നും ഇല്ലാത്ത എവിടെയോ നിൽക്കുന്നതായിട്ടാ മോളോട് സംസാരിച്ചപ്പോ എനിക്ക് തോന്നിയത്. ഞാൻ വിളിച്ചത് കേട്ടോന്ന് പോലും അറിയില്ല. പിന്നെ വിളിച്ചപ്പോഴാണെങ്കിൽ സ്വിച്ച് ഓഫ്. സിഗ്നൽ ഒന്നും ഉണ്ടായിരുന്നില്ല കുറുപ്പ് സാറേ. ഒരു കാട്, അതിന് നടുവിലൊരു ക്ഷേത്രം. ഓ, അവിടെ ഒരാളെയും കൊണ്ട് പോയതാ ഞാൻ. അതിനിടയില
സുഷ്. ശാരദാമ്മ റെസ്റ്റ് എടുത്തു. ഓ വേണ്ട മോനെ, അത്രയ്ക്ക് പ്രയാസമൊന്നുമില്ല. നിങ്ങൾ രണ്ടാളും ഇങ്ങനെ ഇടവും ഫലവും നിൽക്കുമ്പോൾ എന്ത് സന്തോഷാന്നറിയോ. ശാരദയ്ക്ക് ആൺമക്കളില്ല എന്നുള്ള സങ്കടം തീർന്നു കിട്ടി. അല്ല, ആ പാമ്പ് നമ്മുടെ ഹോട്ടലിലെ പതിവുകാരെല്ലാരും കൂടെ ചേർന്ന് അപ്പോഴേ കയറി ഈ വീട് മുഴുവൻ തെരഞ്ഞു ശാരദാമ്മേ. അങ്ങനെ ഒരു പാമ്പിന്റെ പൊടി പോലും ഇല്ലായിരുന്നു ഇവിടെ. പിന്നെ അവിടുത്തെ തൊടിയിലേക്കോ മറ്റോ കയറി പോയിട്ടുണ്ടാവും അത്. വീടിന് ചുറ്റും വെളുത്തുള്ളി ചതച്ചിട്ടിട്ടുണ്ട്. പാമ്പൊന്നും ഈ പരിസരത്തേക്ക് ഇനി തിരിഞ്ഞു നോക്കില്ല. പക്ഷെ ഇത്രയും നാളില്ലാത്തൊരു പാമ്പ ഇങ്ങനെ പെട്ടെന്ന് പൊട്ടിമുളച്ചെന്നുള്ളതാ. രാജീവ് സാർ, അത് നമുക്കൊന്ന് അന്വേഷിക്കണ്ടേ? എന്നിട്ട് മോളെങ്ങനെ ഇവിടെ എത്തിയത്? കാട്ടാനൊന്നും വന്നില്ല കുറുപ്പ് സാറേ. ഓ, ഞാൻ ചുരുവിറങ്ങി ചെന്നപ്പോ ഭാഗ്യം കൊണ്ട് കൂപ്പിലെ മാനേജറുടെ കുടുംബം ഉണ്ടായിരുന്നു. കരഞ്ഞ കാര്യം പറഞ്ഞപ്പോ അവരെന്നെ കൂട്ടിക്കൊണ്ട് വന്നതാ കാറില്. ആഹാ, വരൂ, അകത്തേക്ക് പോ. ശരി. അതേപ്പറ്റി ഇനി അന്വേഷണം ഒന്നും വേണ്ട. വേനൽക്കാലമല്ലേ, വെള്ളം വല്ല അന്വേഷിച്ച് വന്നതാവും. പാമ്പിനും പഴുതാരയ്ക്കും ഒക്കെ ജീവിക്കാൻ കൂടിയുള്ളതല്ലേ ഈ ലോകം. വാ മോളെ. അമ്മേ, അബോധത്തിലായിരുന്നെങ്കിലും കുളത്തൂർ മനയിൽ വെച്ച് മോള് പറഞ്ഞതെല്ലാം ഞാൻ കേട്ടു. അമ്മയില്ലെങ്കിൽ മോള് കളക്ടർ ആവില്ലെന്ന്. ആ സ്വപ്നം തന്നെ അങ്ങ് ഉപേക്ഷിച്ച് കളയുമെന്ന്. അതിനുവേണ്ടിയാണോ മോളെ അമ്മ ഇത്രയും നാളും ജീവിച്ചത്? ഇപ്പം മരണത്തിൽ നിന്ന് എഴുന്നേറ്റ് വന്നത്? ഇപ്പൊ എന്റെ മോള് എനിക്കൊരു വാക്ക് തരണം. അമ്മയുടെ ആ സ്വപ്നം എന്ത് വില കൊടുത്ത് നേടണം. ജില്ലാ കളക്ടറുടെ ബോർഡ് വെച്ച കാറില് മോള് ഈ കുടുംബശ്രീ ഹോട്ടലിന്റെ മുന്നിൽ വന്ന് ഇറങ്ങണം. നിന്നെ കൊണ്ടത് സാധിക്കും മോളെ. ശാരദയുടെ മോളാ നീ. ശാരദയുടെ മോളാ നീ. മാമക്കളെ, ശാരദ അങ്ങനെയൊന്നും തോക്കില്ല മക്കളെ. ശാരദയ്ക്ക് തോറ്റുകൊടുക്കാൻ പറ്റില്ല. നിങ്ങളെയൊക്കെ അങ്ങനെ അങ്ങ് ഉപേക്ഷിച്ച് പോകാൻ പറ്റുമോ എനിക്ക്?
താൻ ഇറങ്ങുന്നില്ലേ? ഇറങ്ങാൻ തോന്നുന്നില്ല സാർ. എനിക്ക് എന്നോട് തന്നെ ഒരു അറപ്പ് തോന്നുക. ഇനിയും ഈ വീട്ടിൽ തന്നെ വന്ന് കയറുന്നതിന് എന്റെ അമ്മയുടെ ജീവന് പോലും വില കൽപ്പിക്കാത്ത കുറെ ആൾക്കാർ പാർക്കുന്നിടം. ഞാനിവിടെ വെറും ഒരു വീട്ടുജോലിക്കാരി. ഇറങ്ങ വാ. ഇറങ്ങ്. നിന്നേ. അമ്മേ, അമ്മാവാ. എന്താടാ? വാ. അമ്മേ. എന്താടാ കാര്യം? അമ്മയും കൂടെ ഒന്ന് വന്നോട്ടെ. വിജയേ, നിന്റെ അമ്മ വന്നു. ഇനി തുടങ്ങാം വിചാരണ. വിചാരണയല്ല, ഒരു കാര്യം അറിയിക്കാൻ വേണ്ടിയാ. ശാരിക ഇവിടെ ഒരു മെസ്സ് നടത്തുന്നുണ്ടല്ലോ, അത് കൂടുതൽ വിപുലപ്പെടുത്തുന്നതിനെ പറ്റി ആലോചിച്ചുകൊണ്ടിരിക്കുക. അത് ഗോപാലകൃഷ്ണ സാർ വന്നപ്പോ പറഞ്ഞല്ലോ. അത് മാത്രമല്ല, ശാരികയ്ക്ക് നോൺ വെജ് വെച്ച അത്ര ശീലമില്ല. കുരുമുളക് ഇട്ട് വെച്ച ബീഫും വറുത്തരച്ച കോഴിക്കറിയൊക്കെ വെക്കാൻ അമ്മയ്ക്കാ മിടുക്ക്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ രുചിയുള്ളത് മനുഷ്യമാംസത്തിനാണെന്ന് കേട്ടിട്ടുണ്ട്. ഈ നിൽക്കുന്ന പെൺകുട്ടിയുടെ ശരീരഭാരമേ ഏകദേശം ഒരു 60 കിലോയ്ക്ക് അടുത്തൊക്കെ വരും. ഈ ശരീരത്തിലെ മാംസം അറുത്തെടുത്ത് വറുത്തോ പൊരിച്ചോ വിറ്റ നല്ല വില കിട്ടും. മെനു അമ്മയ്ക്കും അമ്മാവനും കൂടെ അങ്ങ് തീരുമാനിക്കാം. തൊലി ഉരിച്ചും ചോര ഊറ്റിയും വിറ്റ് തൃപ്തിയായില്ലെങ്കിൽ അസ്ഥിയിലെ മജ്ജ കൂടി അങ്ങോട്ട് എടുക്കാം. എന്താ മോനെ? വിളിക്കരുത്, എന്നെ അങ്ങനെ വിളിച്ചു പോരുന്നു നിങ്ങൾ. എനിക്കിപ്പോ പേടിയാ നിങ്ങളെയൊക്കെ. നല്ല വില ഒത്തു കിട്ടിയാ നിങ്ങൾ എന്നെ അർത്ഥങ്ങ് വിൽക്കും. ഒരു ഉച്ചോറക്കം ഉണ്ടായിരുന്നതാ, അതങ്ങ് പോയി കിട്ടി. കെട്ടിയോന്റെ കാതിലോറ്റൊന്ന് ഓതി കൊടുത്ത് ഞങ്ങളെ ഇത്രയും കേൾപ്പിച്ചപ്പോ നിനക്ക് തൃപ്തിയായല്ലോ അല്ലേ? ആയി. എന്താ നീ പറഞ്ഞേ? തൃപ്തിയായെന്ന് ഇപ്പൊ നിങ്ങൾ കേട്ടില്ലേ? അത് ഞാൻ രാജീവ് സാറിനെ കൊണ്ട് പറയിപ്പിച്ചത് തന്നെയാ. ഇതൊരു തുടക്കം മാത്രമേ ആയിട്ടുള്ളൂ. ഇപ്പൊ സാറ് നിങ്ങളോട് പറഞ്ഞില്ലേ സാറിന് നിങ്ങളെ പേടിയാണെന്ന്. ആ പേടി ഞാൻ സാറിന്റെ മനസ്സിൽ വെള്ളമൊഴിച്ചും വളവിട്ടും വളർത്തും. ഒപ്പം നിങ്ങളോടുള്ള അറുപ്പും വെറുപ്പും. അത്രയ്ക്ക് ധൈര്യമായിട്ട് നിനക്ക്? തൊട്ടു പോരുതന്നെ. ഇപ്പൊ ഞാനൊന്ന് ഒച്ചത്തിൽ നിലവിളിച്ച അടി എനിക്കല്ല നിങ്ങൾക്കാവും കിട്ടുക. മകൻ അമ്മയെ കൈവച്ചെന്ന് നാട്ടുകാരെ കൊണ്ട് പറയിക്കണ്ട. നിങ്ങളുടെ ആട്ടും തുപ്പൊക്കെ കൊണ്ടിട്ടുണ്ട് ഞാൻ. ചില നേരത്ത് നിങ്ങൾ എന്നെ കാര്യമില്ലാതെ കൈവയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. അതെല്ലാം ഞാൻ സഹിച്ചത് നിങ്ങളെ എന്റെ അമ്മയുടെ സ്ഥാനത്ത് കണ്ടതുകൊണ്ടാ. എന്നോടിത് ചെയ്യാൻ നിങ്ങൾക്ക് ഇങ്ങനെ മനസ്സ് വന്നു. ഹാർട്ട് അറ്റാക്ക് വന്നപ്പോ ഒരു പോളെ കണ്ണടയ്ക്കാതെ കാവലിരുന്നവളല്ലേ ഞാൻ. ആ എന്റെ അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ എനിക്ക് ഒരു നോക്ക് കാണാൻ പോലും പറ്റുമായിരുന്നില്ലല്ലോ.
നിങ്ങൾക്ക് പ്രധാനം പണമാണല്ലേ? അതേടി, എനിക്ക് മനസ്സുള്ളതുപോലൊക്കെ ചെയ്യാൻ. നീ എന്താ എന്നെ തൂക്കിലേറ്റോ? ഞാനല്ല, നിങ്ങൾ സ്വയം തൂക്കിലേറാനാ പോകുന്നേ. നിങ്ങളിപ്പോ എന്തിനോടൊക്കെ ആർത്തിയും ഭ്രമവും കാണിക്കുന്നോ അതെല്ലാം നിങ്ങളീ നടത്തി മാറ്റും ഞാൻ. സ്വർണവും പണവും ഭൂമിയും എല്ലാം. ഏറ്റവും അവസാനം ഞാൻ നിങ്ങളീ നടത്തി മാറ്റാൻ പോകുന്നതേ നിങ്ങളുടെ ഏറ്റവും വലിയ സമ്പാദ്യമായിരിക്കും. നിങ്ങളുടെ മകനെ കുറിച്ചു വെച്ചോ. ശാരദാമ്മയുടെ മകളായി പറയുന്നേ. ഭാമേ, നീ ഇങ്ങനെ ടെൻഷനായി ഒന്നും വരുത്തി വെക്കല്ലേ. എങ്ങനെ സമാധാനായിരിക്കുന്ന രാഘവേട്ടനൊന്ന് പറഞ്ഞതാ എനിക്ക്. സുസ്മിതയെ പോലെ ഒരു പെൺകുട്ടി ഒരു കാട്ടിൽ ഒറ്റയ്ക്ക്, നരഭോജികളെ മൃഗങ്ങളാ ചുറ്റും. പിന്നെയുള്ളത് സംസ്കാരം തൊട്ട് തിരിഞ്ഞിട്ടില്ലാത്ത മൃഗങ്ങളെക്കാൾ ക്രൂരന്മാരായ കുറെ മനുഷ്യരും. അവരുടെ നടുവിൽ സുസ്മിത ഉപേക്ഷിച്ചിട്ട് സമാധാനായിട്ട് ഇരിക്കാൻ പറ്റുമോ എനിക്ക്? എന്തെങ്കിലും സംഭവിച്ച സർലയോട് ഞാൻ എന്ത് സമാധാനം പറയും? മകളെ പോലെ നോക്കുന്നുള്ള വിശ്വാസത്തില അവള് സുസ്മിത ഇവിടെ നിർത്തിയിരിക്കുന്നത്. പ്രീതിയോട് ഇങ്ങനെ ചെയ്യുമെന്ന് ചോദിച്ചാൽ ഞാൻ എന്ത് മറുപടി പറയും? ശാലിനിക്കൊപ്പം സുസ്മിതയെ വിടാൻ പാടില്ലായിരുന്നു. അതാ ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. അവളുടെ അമ്മയുടെ അടിയന്തരം കഴിഞ്ഞ് അവൾ ഇങ്ങോട്ട് തന്നെയല്ലേ വരേണ്ടത്. കാണിച്ചു കൊടുക്കാൻ ഞാൻ അവൾക്ക്. സുസ്മിത എത്തിയിട്ടുണ്ടാവോ വിഷ്ണുട്ടാ? ഞാൻ നേരത്തെ വിളിച്ച് അന്വേഷിച്ചപ്പോ എത്തിയിട്ടില്ല. പിന്നെ വിളിക്കാൻ പറ്റിയില്ല. ആകെ കത്തിപ്പോയി നിൽക്കുമായിരുന്നു അമ്മ. അവക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്ന് എന്നെ കരുതാല്ലേ? ഏയ്, കുഴപ്പമൊന്നും ഉണ്ടാവില്ലടോ. ഇയാള് വാ. ഭാമേ, ശാലിനി അങ്ങനെ ഉപേക്ഷ കാണിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഏതൊരു കാര്യത്തിനും വ്യവസ്ഥയുള്ളവളാ അവള്. സ്വന്തം കാര്യം പോലും മാറ്റി വെച്ച് നമ്മുടെ മകൾ കൊണ്ട് ഓടി നടക്കുന്നില്ലേ അവള്? അവൾ മറ്റൊരു പെൺകുട്ടിയുടെ കാര്യത്തിൽ അനാസ്ഥ കാണിക്കാൻ തോന്നുന്നുണ്ടോ? മറ്റാരുടെയും കാര്യത്തിൽ ശാലിനി ഉപേക്ഷ കാണിക്കില്ല. സുസ്മിതയോട് അവളത് കാണിക്കും.
എവിടെ? നിനക്കൊപ്പം വനമൂർത്തി ക്ഷേത്രത്തിലേക്ക് അയച്ച പെൺകുട്ടി എവിടെയെന്ന്? എടി സുസ്മിത എവിടെയെന്നാ ചോദിച്ചേ? സുസ്മിത എത്തിയില്ലേ?